ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു റെജീസ് വൈബ്സ്. ഇന്നത്തെ പുതിയ ഒരു വീഡിയോ ഞങ്ങൾ ഇന്നൊരു മലൈ റെസ്റ്റോറൻറ്റിനെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. മലൈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പം ഇവിടുത്തെ ലോക്കൽ സ്ത്രീകൾ, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എംറാത്തികൾ എന്ന് പറയുമല്ലോ, അതുപോലെ ഇവരെ ഭൂമിപുത്ര എന്നാണ് പറയുന്നത്. ഇവിടുത്തെ മലൈ സ്ത്രീകളുടെ ഇവിടുത്തെ ലോക്കൽസിന് അവർ നടത്തുന്ന റെസ്റ്റോറൻ്റാണിത്. ഈ ഭൂമിപുത്ര എന്ന് പറയുന്ന അവർ നടത്തുന്ന റെസ്റ്റോറൻ്റാണ്. അവിടെ ജോലി ചെയ്യുന്നതും അവിടുത്തെ ഓണേഴ്സും ഓൾമോസ്റ്റ് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിലെല്ലാം മലൈ സ്ത്രീകൾ തന്നെയായിരിക്കും. പാവങ്ങളാണ്, നല്ല നല്ല സ്നേഹമാണ് ഞങ്ങളുടെ അടുത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്ഥിരം വരുന്ന റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് കിടക്കാം. ഇതെല്ലാം ഈവനിങ് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഈവനിങ് മീൻസ് ഒരു 6 to 9:30 വരെയൊക്കെ ഇവർ ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വരാം. ഇപ്പോഴും ഞങ്ങൾ വന്നപ്പോൾ ഒരു 6:30, 7 ഒക്കെ ആയതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലം ഒഴിഞ്ഞിടപ്പുണ്ട്, നല്ല തിരക്കുമായിരിക്കും. ആ ഒരു 9:30, 10 ആകുമ്പോൾ അവർ ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എന്താണ് ഓർഡർ ചെയ്യാൻ പോകുന്നത് നോക്കാം. കൂടുതലും ഇവിടെ നാസി ലമ്മക്ക്, ഇവിടുത്തെ റെഗുലർ ഫുഡ് എന്ന് പറയുന്നത് നാസി ലമ്മക്കാണ്. നാസി ലമ്മക്ക് എന്ന് പറയുന്നത് ഏതൊരു കടയിൽ ചെന്നാലും റെസ്റ്റോറൻറ്റ് ചെന്നാൽ നാസി ലമ്മക്ക് മസ്റ്റാണ്. നമ്മൾ ചോറും കറിയും കഴിക്കുമ്പോൾ അത് ഒരു ബൗളിൽ വെച്ച് റൈസും, പിന്നെ കുറച്ച് ഉണക്കമീൻ, കുറച്ച് കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടി, പിന്നെ കുറച്ച് സലാഡ്, കുക്കുംബർ, പിന്നെ കുറച്ച് സോസ്, അങ്ങനെ കുറച്ച് എല്ലാം കൂടെ അടങ്ങിയാണ് ഒരു പ്ലേറ്റിലാണ് നാസി ലമ്മക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് നാസി ലമ്മക്കല്ല, അതിന് വേറെ കുറച്ച് വെറൈറ്റി ഒക്കെയാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാനത് വിട്ടുപോയി. ഒരു ബ്രദർ, ഒരു കലാകാരൻ നിന്ന് അവിടെ ഗിറ്റാർ വായിക്കുന്നുണ്ട്. സൺ റെസ്റ്റോറൻറ്റ് ഈവനിങ്ങിലൊക്കെ, ഈ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ വന്ന് ഗിറ്റാർ വായിക്കാറുണ്ട്, മ്യൂസിക് പ്ലേ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലോട്ട് കിടത്തി. ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേ ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ദുർഗനൊക്കെ വെച്ചിട്ടുണ്ടാവും, ചക്ക വെച്ചിട്ടുണ്ടാവും, മാങ്ങ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ മാങ്ങയും വേറെ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ മെയിനായിട്ട് നല്ല ഒരു സൂപ്പ് കിട്ടും, തോമിയം സൂപ്പ്. തോമിയം സൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊണ്ടവേദനയും എന്തെങ്കിലും ജലദോഷവും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആനന്ദമായിട്ട് തോമിയ സൂപ്പ് വാങ്ങിച്ചു തരും നമുക്ക്. ഞാൻ ആദ്യം വന്നപ്പോൾ തോമിയ സൂപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഇവിടുത്തെ സൂപ്പാണ് എനിക്ക് പിടിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഞാനതന്നെ അഡിക്റ്റായിപ്പോയി. അതിൻ്റെ ജിഞ്ചറിൻ്റെ ഒരു ഫ്ലേവറും, ജിഞ്ചർ പോലെ എന്തോ ഒരു തണ്ടൊക്കെ, ഒരു ചെടിയുടെ തണ്ട് എന്തൊക്കെ ഇടും. എന്നിട്ട് ചിക്കനും കൂടി ഇട്ടാണ് വേവിക്കുന്നത്. ചിക്കൻ്റെ ആ സ്റ്റോക്കിൽ ഇതെല്ലാം കൂടി വേവിച്ച് കുറച്ച് സോസൊക്കെ വെച്ചിട്ട് അടിപൊളിയാണ് തോമിയ സൂപ്പ്. അപ്പോൾ തോമിയ സൂപ്പ് ഇവിടെ മസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതേ കൊണ്ട് കുറേ ലിസ്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ഒന്നും അറിയില്ല. ഇവർക്ക് സ്ഥിരം വരുന്നതുകൊണ്ട് അവർക്ക് എൻ്റെ എല്ലാ വെറൈറ്റി ലല്ലപ്പന വരെ അറിയാം, അതിൻ്റെ പേരും എന്തൊക്കെ ഫ്ലേവറുകളാണ്, എന്തൊക്കെയാണെന്ന് അവനെല്ലാം അറിയാം. ഇത് എഴുതി വെച്ചിട്ടുണ്ട്. നാസി ഗോരൻ കമ്പങ്, നാസി ഗോരൻ കരാബു, നാസി ഗോരൻ അയം. ലാസ്റ്റ് എനിക്കറിയാം, അയം മീൻസ് ചിക്കൻ. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയോ മോള് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞ് റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ഫുഡ്, ഇച്ചിരി ഫുഡൊക്കെ ആയിരിക്കും, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ അഫോർഡബിൾ പ്രൈസാണ്. അപ്പോഴെപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചൂടായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഇതുവരെയും അത് കഴിച്ചിട്ട് നമുക്കൊരു പ്രശ്നം വന്നിട്ടില്ല. അത്രയ്ക്ക് നല്ല സേഫ്റ്റി ആയിട്ട് അവരുണ്ടാക്കുന്ന നോക്കിക്കൊണ്ടുവന്നിട്ട് ചിക്കൻ ഫ്ലേവേഴ്സ് ആണല്ലോ. ഈ 2 ബൗളിലിരിക്കുന്നത് തോമി സൂപ്പാണ്. മറ്റേ ചിക്കൻ്റെ ചിക്കനാണത്. ചിക്കനും കുറേ എന്തൊക്കെ ഇട്ടുണ്ടാക്കി ഇതാണ് സൂപ്പ്. ഞാൻ പറയാം, അത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ചോറിലൊഴിച്ചൊന്നും കഴിക്കാം, ചൂടോടെ അങ്ങനെ കുടിക്കുകയും ചെയ്യാം സൂപ്പ് മാതിരി. ബൗള് റൈസ്, ഒരു ബൗള് റൈസ് ഉണ്ടാവും, വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. ഇതാണ് തോമിയ സൂപ്പ്. അതിനകത്ത് ചിക്കൻ ഉണ്ടാവും, നമുക്ക് ചോറിലെല്ലാവരും കുടിക്കാം. ഇത് കുറേ ചിക്കൻ ബേസ്ഡ് കറികളാണെങ്കിലും അതിൻ്റെ സോസൊക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. പല പല സോസുകളാണ് അവർ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കട്ടി പോലെ ഒരു സാധനം കിട്ടും, നമ്മൾ ഇഞ്ചി പോലെ, പക്ഷെ അത് ഭയങ്കര ഫ്ലേവറാണ്. എന്താണ് ഇഞ്ചിയുടെ എന്തോ അത് ജിഞ്ചറല്ല, പക്ഷെ അതിൻ്റെ ആ തണ്ടൊക്കെ. ഇതൊരു ചിക്കൻ്റെ ഡിഷാണ്, ഇലയൊക്കെ വെച്ചിട്ടുള്ളത്. അതും ഒരു ചിക്കൻ്റെ ഡിഷാണ്.
ആ ലീഫൊക്കെ വെച്ചിട്ട്. പക്ഷെ കാണുമ്പം എരിവൊന്നുമില്ലെന്ന് തോന്നും, പക്ഷെ നല്ല എരിവും ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ പേരറിയില്ലെങ്കിലും ഇവർ നേരത്തെ ട്രൈ ചെയ്തിട്ടുള്ളത് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വാങ്ങിക്കാം, അവർക്ക് അറിയാൻ പറ്റും ഇതാണ് ഇന്നതാണ് എൻ്റെ ടേസ്റ്റ് എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അത് ഇഷ്ടപ്പെടും. ചിലതിൽ മീനിൻ്റെ സോസ് ഒഴിക്കും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്നും ഞങ്ങൾ മീനിൻ്റെ ഒന്നും നമ്മൾ ഓർഡർ ചെയ്യില്ല. മീനിൻ്റെതെല്ലാം ഞങ്ങൾ അവോയ്ഡ് ചെയ്യും. പിന്നെ മീൻ മാത്രമായിട്ട് നമ്മൾ പൊള്ളിച്ചൊക്കെ വാങ്ങിക്കാം, അങ്ങനത്തെ വേറെ ഡിഷൊക്കെ ഉണ്ട്. അത് തായ് റെസ്റ്റോറൻറ്റിൽ പോയാലാണ് അങ്ങനെ കിട്ടുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ കൂടുതലും ഞങ്ങൾ ഈ ചിക്കൻ്റെ എന്തെങ്കിലും ഫ്ലേവറുകളാണ് മേടിക്കുന്നത്. ഈ പൂച്ച ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം ഈ റെസ്റ്റോറൻറ്റിൽ പോയി, ഈ പൂച്ച ഗർഭിണിയായിരുന്നു, ഇപ്പം അത് പ്രസവിച്ച്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങളുടെ ഭയങ്കര പ്രൊട്ടക്റ്റ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാര്യം ഇവരെ ഒന്നും ഉപദ്രവിക്കില്ല. ഒരു നല്ല ഇന്ന് വരെ ഒരു കല്ലെടുത്തെറിയ പൂന്ന് പറയുന്നൊന്നും കണ്ടിട്ടില്ല. എല്ലാ റെസ്റ്റോറൻറ്റുകളിലും എല്ലാ അനിമൽസും ഉണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്. പക്ഷെ ഇവർ അതിനൊന്നും ചെയ്യില്ല. നമ്മുടെ ബ്രോ ഇപ്പോഴും ഇന്നിവിടെ പാടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറൊരു സ്ട്രീറ്റിൽ പോകുമ്പോൾ നിറയെ കലാകാരന്മാരുണ്ട്. അവിടെ ഞാൻ ഉടനെ ഒരു ദിവസം പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. വലിയൊരു സ്ട്രീറ്റാണ്, ഫുഡ് സ്ട്രീറ്റാണ്. അവിടെ നിറയെ കലാകാരന്മാരുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പോയിരുന്ന് പാട്ടൊക്കെ പോകണം, അവരുടെ അടുത്തൊന്ന് വീഡിയോ ഒക്കെ പിടിക്കും, സെൽഫിയൊക്കെ എടുക്കും. ഇത് നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം. ഇത് കുഞ്ഞ് ഒരു വ്ളോഗാണ്, മലൈ ഫുഡിനെ പരിചയപ്പെടുത്താൻ മാത്രമുള്ള വ്ളോഗായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പം ഇത്രയും നേരം കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും കുറേ വിഭവങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ ബൈ ബൈ ഫ്രം റജീസ് വൈബ്സ്. താങ്ക് യു. സീ യു നെക്സ്റ്റ് ടൈം.